കടലിടുക്ക് തുറക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ പ്രധാനമായും നിലനിൽക്കുന്നത്. യുദ്ധം അവസാനിച്ചില്ല എങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്ന ഘട്ടത്തിലേക്ക് നീങ്ങുമെന്നതിലും സംശയമില്ല. ഇപ്പോൾ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകൾക്ക് ലോകമാകട്ടെ കാതോർത്തിരിക്കുകയാണ്. എവിടെയെങ്കിലും ഈ ചർച്ച ഒന്ന് പാളിയാൽ പിന്നെ കാര്യങ്ങൾ പൂർണ്ണമായും കൈവിടുമെന്നതിലും വലിയ ആശങ്ക നിലനിൽക്കുന്നു. എന്നാൽ ഇപ്പോൾ പ്രധാനമായും ഇന്ന് ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകളിൽ അതിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ തന്നെ അതിന് വലിയ രീതിയിൽ ഒരു പോസിറ്റീവ് പ്രതികരണം ഉണ്ടായിരിക്കുന്നു എന്ന വാചകങ്ങളാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ US നയതന്ത്ര പ്രതിനിധി ചർച്ചകൾ ഇസ്ലാമാബാദിൽ ആരംഭിച്ചതായി തന്നെ സൂചനകൾ പുറത്തുവരുന്നു. അതായത് US പ്രതിനിധികളുമായുള്ള നേരിട്ടുള്ള ചർച്ചകൾക്ക് മുന്നോടിയായി തന്നെ ഇറാൻ പ്രതിനിധി സംഘം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം ഇറാൻ US പ്രതിനിധികൾ മുഖാമുഖം ചർച്ചകൾ നടക്കുമോ എന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട് എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ US പ്രതിനിധികളെയും പിന്നീട് ഇറാനിയൻ പ്രതിനിധികളെയും പാകിസ്ഥാൻ നയതന്ത്രജ്ഞർ മാറി മാറി സന്ദർശിച്ചുകൊണ്ട് വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തിയേക്കാം എന്നതാണ്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്നത് വിവരങ്ങൾ ഇതിനു മുൻപേ പുറത്തു വന്നിരുന്നു. അതേസമയം നേരിട്ടുള്ള ചർച്ചകൾ സാധ്യതയുണ്ട് എന്ന് ചില ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇതാണിപ്പോൾ അല്പമെങ്കിലും ഒരു പ്രതീക്ഷ വെക്കുന്ന ഒരു വസ്തുതയായി തന്നെ മാറുന്നത്. ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖലീബാഫ് നേതൃത്വം നൽകുന്ന ആ ഒരു പ്രതിനിധി സംഘത്തിൽ നിന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അടക്കമുള്ളവർ ഈ ഒരു പ്രതിനിധി സംഘത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. US പ്രതിനിധി സംഘത്തിൽ വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകനും പ്രത്യേക ഉപദേഷ്ടാവുമായ ജരേഡ് കുഷ്ണറും പ്രത്യേക ദൂതനായ സ്റ്റീവ് വിറ്റ്കോഫും ഇതിൽ ഉൾപ്പെട്ടവരാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ചർച്ചകൾക്ക് മുൻപായി തന്നെ UAEയിലും ഖത്തറിലും മറ്റു വിദേശ ബാങ്കുകളിലും സൂക്ഷിച്ചിരുന്ന ഇറാനിയൻ നിക്ഷേപങ്ങൾ വിട്ടു നൽകാൻ US സമ്മതിച്ചതായി തന്നെ ഇറാൻ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് BBC അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇത് സംബന്ധിച്ച് പ്രതികരണങ്ങളൊന്നും തന്നെ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇതിനിടെ തന്നെ ഇസ്ലാമാബാദിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ചർച്ചകളിൽ ശുഭവാർത്ത പ്രതീക്ഷിച്ചുകൊണ്ട് ഒട്ടേറെ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലേക്ക് നീങ്ങുന്നതായി തന്നെ കപ്പൽ ട്രാക്കിംഗ് ഡാറ്റകൾ കാണിക്കുന്നതായി സൂചിപ്പിക്കുകയാണ്. ചൈനീസ് കപ്പലുകൾ ഉൾപ്പെടെ തന്നെ ഏതാനും കപ്പലുകൾ കടലിടുക്ക് വഴി തന്നെ കടന്നു പോയതായും റിപ്പോർട്ടുകളുണ്ട്. ഏതാണ്ട് ഒരു മാസം മുൻപ് ഇറാഖി തുറമുഖമായ ചില സ്ഥലങ്ങളിൽ അവിടെ നിന്നും പുറപ്പെട്ട ഒരു ചൈനീസ് ചരക്ക് കപ്പൽ കഴിഞ്ഞ രാത്രിയോട് തന്നെ ഈ ഹോർമുസ് കടലിടുക്ക് കടന്നുപോയി എന്ന ട്രാക്കിംഗ് ഡാറ്റ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.